ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ള ഷാലോം TV പ്രേക്ഷകരെ, ഈ സുദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും ജൂബിലി ഓർക്കുന്നവരെയും ഓപ്പറേഷന് വിധേയരാകുന്നവരെയും ഷാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഇന്നത്തെ വചനം തിരുവചനത്തിലൂടെ എന്താണ് ധ്യാനം, എന്തിനാണ് ധ്യാനം, എങ്ങനെ ധ്യാനിക്കണം, ഇതെന്നെ പറയുവാൻ പ്രേരിപ്പിച്ചത് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയാണ്. കേരളത്തിലെ ഒരു സർവേ അനുസരിച്ച് 114 ധ്യാനകേന്ദ്രങ്ങളുണ്ട് എന്നാണ് എൻ്റെ ചെറിയ അറിവ്. തട്ടുകട പോലെയാണ് ധ്യാനകേന്ദ്രം. എന്തുമാത്രം ധ്യാനകേന്ദ്രം, വെറൈറ്റി ഓഫ് ധ്യാനങ്ങളാണ്. ഏഞ്ചൽ ധ്യാനം, ക്രിസ്ത്യൻ ധ്യാനം, യുവജന ധ്യാനം, ദമ്പതി ധ്യാനം, ഏകസ്ഥർക്ക് ധ്യാനം, സന്യസ്തർക്ക് ധ്യാനം, വൈദികർക്ക് ധ്യാനം, മെത്രാന്മാർക്ക് ധ്യാനം, കള്ളന്മാർക്ക് ധ്യാനം. കള്ളന്മാർക്കും ധ്യാനമുണ്ട്. ജയിൽ മിനിസ്ട്രി, കുറേ നാൾ ഞാൻ ജയിൽ മിനിസ്ട്രി പോയിരുന്നതാണ്. ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിചാരിതമായിട്ട് മുന്നിലിരിക്കുന്ന പിള്ളേരോട് ഞാൻ പേര് ചോദിച്ചു. പേരെന്താണ്? ആൻ്റണി. നിൻ്റെ പേരോ? തോമസ്. നീയോ? ജോസഫ്. നീയോ? മേരി. നീയോ? ട്രീസ. ഒരുത്തൻ മാത്രം വചനത്തിലാ പേര് പറഞ്ഞു. നിൻ്റെ പേരെന്താണ്? 2 പത്രോസ് 1. ഞെട്ടിപ്പോയി ഞാൻ. വചനത്തിൽ പേര് പറയുന്ന പയ്യൻ. എന്താ മോനെ ഇതിൻ്റെ അർത്ഥം? 2 പത്രോസ് 1. എന്താ അതിൻ്റെ അർത്ഥം? പത്രോസിലെ ഏട്ടൻ്റെ 2ാം കെട്ടിൽ 1ാമത്തെ മോനാണ്. അപ്പോൾ ഇന്ന് പേര് പോലും വചനത്തിലാണ് പറയുക. വീണ്ടും ധ്യാനത്തിന് പോയൊരു യുവാവ്, ഇവൻ മദ്യത്തിനും കഞ്ചാവിനും അടിമയായിരുന്നു. പനക്കലച്ചൻ്റെ അടുത്ത് ധ്യാനം കൂടാനൊക്കെ പോയി. അതിനുശേഷം വന്നു, 1 മാസം പിടിച്ചു നിന്നു, വീണ്ടും പഴയതിനേക്കാൾ മോശമായി. ഇവനെന്താ ചെയ്യുക? വൈകുന്നേരം ആകുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് വന്ന് സിഗരറ്റ് വലിച്ച് കർത്താവിൻ്റെ നെഞ്ചത്തേക്ക് വിടും. അപ്പോൾ പള്ളിയിലുള്ള അച്ഛൻ, പ്രായമായ അച്ഛനാണ്. അവനെ വിളിച്ചിട്ട് അച്ഛൻ ഉപദേശിച്ചു, എടാ മോനെ, പള്ളിയിൽ ഒത്തിരി സ്ഥലമുണ്ട്, ഇത് വിശുദ്ധമായ സ്ഥലമാണ്, നീ എന്താ ചെയ്യുന്നത് നിനക്ക് ബോധമുണ്ടോ? കർത്താവിൻ്റെ നെഞ്ചത്തേക്കാണ് നീ പുകവലിച്ചു വിടുക. അവനും വചനോ പറഞ്ഞത്. അച്ഛൻ ബൈബിൾ വായിച്ചിട്ടില്ലേ? 13 വർഷം ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ സങ്കീർത്തനം വായിച്ചിട്ടുണ്ടോ? രാവിലെ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ്. എങ്കിൽ അച്ഛൻ അറിയില്ല, അച്ഛൻ സങ്കീർത്തനം 18:8 വായിക്കും. അച്ഛൻ ബൈബിൾ തുറന്നപ്പോൾ വചനം ഇതാണ്, അവൻ്റെ നാസികയിൽ നിന്നും ധൂമപടലം ഉയരുന്നു, വായിൽ നിന്നും സംഹാരാഗ്നി പുറപ്പെട്ടു, കനലുകൾ കത്തിജ്വലിച്ചു. ഞാൻ പറഞ്ഞു വെച്ചത്, ഇന്ന് എന്തിനും ഏതിനും വചനമെടുത്ത് പറയുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ധ്യാനം കൂടുന്നുണ്ട്. ധ്യാനത്തിന് വല്ല പഞ്ഞുമുണ്ടോ? വീട്ടിലിരുന്ന് അഭിഷേകാഗ്നി കൂടുന്നവരുണ്ട്, വചനം തിരുവചനം കൂടുന്നവരുണ്ട്, ഗുരുചരണം കൂടുന്നവരുണ്ട്, നൊവേന കൂടുന്നവരുണ്ട്. ഒന്നിനും പഞ്ഞുമില്ല. എന്നിട്ട് എന്തേ മാനസാന്തരമില്ല? അപ്പം നമുക്കൊക്കെ ഇന്ന് ഭക്തിയാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറിച്ച് സ്പിരിച്വാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി, വചനം തിരുവചനത്തിലൂടെ എന്താണ് ധ്യാനം, എന്തിനാണ് ധ്യാനം, എങ്ങനെ ധ്യാനിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചിന്ത ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യമാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഈശോയ്ക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നമുക്ക് വിജനമായ സ്ഥലത്തേക്ക് പോകാം, അല്പം വിശ്രമിക്കാം. ലെറ്റ് us rest for a while. അപ്പോൾ ധ്യാനത്തിൻ്റെ നിർവചനം അവിടെയുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് അല്പം വിശ്രമിക്കുവാനുള്ള അവസരമാണ്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിശ്രമം കൊടുക്കുവാനുള്ള അവസരമാണ് റിട്രീറ്റ്. ധ്യാനം എന്ന് പറയുന്നത് റിട്രീറ്റ് സെൻറ്റർ, വിശ്രമ കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചാൽ, ഇരുചക്രമായാലും അത് 4 ചക്രമായാലും, അത് ഓയിൽ ചേഞ്ച് ചെയ്യണ്ടേ, അതിൻ്റെ എയർ അടിക്കണ്ടേ? അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ഒരു റീചാർജിങ് ആണ്, റീസർവീസിങ് ആണ്, ഫ്യൂവലിംഗ് ആണ്, മെയിൻ്റനൻസ് ആണ്. നമ്മൾ ശരീരത്തെക്കുറിച്ച് എന്തുമാത്രം ചിന്തിക്കുന്നു, മനസ്സിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചോ. അപ്പോൾ
ഒരു ത്രിവിധ സർവീസിംഗ് ആണ് ധ്യാനം എന്ന് പറയുന്നത്. ഇനി ധ്യാനത്തിന് നല്ല ക്ലാസിക്കൽ നിർവചനമുണ്ട്. കേൾക്കാൻ ഇംഗ്ലീഷിൽ വളരെ രസമാണ്, നല്ല റൈമിംഗ് ആണ്. റിട്രീറ്റ് ഈസ് എ റെവലേഷൻ, റെവല്യൂഷൻ, റെസല്യൂഷൻ ടു റിപ്പൻറ്റ്, റിപ്പയർ, റിന്യൂ, റിക്കൺസൈൽ ആൻഡ് റിജോയ്സ് ഇൻ ദ ലോർഡ്. മലയാളത്തിൽ പറയാം, ധ്യാനമെന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ എന്നെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പെടുത്തലാണ്. അത് എൻ്റെ ഉള്ളിലുണ്ടാവേണ്ട വിപ്ലവമാണ്, ഒരു തീരുമാനിച്ച തീരുമാനമാണ്. അതുണ്ടാവാൻ വചനം കേട്ടിട്ട് എൻ്റെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം, ഉടച്ചു വാർക്കണം, നവീകരിക്കണം, രമ്യതപ്പെടണം, ആനന്ദിക്കണം. ധ്യാനം എന്ന് പറയുന്ന ഒരു സെൽഫിയാണ്. സെൽഫി എന്ന് പറഞ്ഞാൽ എന്നിലേക്കുള്ള യാത്ര. ധ്യാനം എന്ന് പറയുന്നത് ഒരു യൂസിയാണ്, മറ്റുള്ളവരിലേക്കുള്ള യാത്ര. ധ്യാനം എന്ന് പറയുന്നത് ഒരു വൈഫൈ ആണ്, പ്രകൃതിയിലേക്കുള്ള യാത്ര. അപ്പം ധ്യാനിക്കാൻ പോകുന്ന വ്യക്തി താൻ ആരാണെന്നറിയണം. ആദ്യം വായിക്കേണ്ട പുസ്തകം ഏതാണ്? എല്ലാവരും ബൈബിൾ എന്ന് പറയും. അല്ല, എന്നെ തന്നെയാണ്. കർത്താവ് പറഞ്ഞ വചനം നമുക്കറിയാം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. വലിയ ചിന്തകൻ പറഞ്ഞു, ഓ മാൻ, യു നോ തൈസെൽഫ്, നീ നിന്നെ തന്നെ അറിയുക. അപ്പോൾ എന്നെ തന്നെ അറിയണം, സ്വീകരിക്കണം, അംഗീകരിക്കണം. മറ്റുള്ളവരെ അറിയണം, സ്വീകരിക്കണം, അംഗീകരിക്കണം. ഞാൻ പ്രകൃതിയിലേക്കും യാത്ര ചെയ്യണം. 3 തലങ്ങളിലാണ് യാത്ര, 3 തലങ്ങളിലാണ് വിചിന്തനം. വീണ്ടും റിട്രീറ്റ് എന്ന് പറയുന്നത് അത് ഒരു പുറപ്പാടാണ്. എന്താണ് പുറപ്പാട്? പഴയ നിയമത്തിൽ നമുക്കറിയാം, മോസസിനെ ദൈവം വിളിക്കുന്നു. പുറപ്പാട് പുസ്തകം ശ്രദ്ധേയമാണ്, 3-ാം അധ്യായം 1:22. മോസസിനെ വിളിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം നമുക്ക് സുപരിചിതമാണ്. ഇത് വിശുദ്ധമായ സ്ഥലമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ അശുദ്ധിയുടെ ചെരുപ്പ് അഴിച്ചു മാറ്റി വിശുദ്ധിയുടെ ചെരുപ്പ് അണിയുവാനുള്ള അവസരമാണ് ധ്യാനം. അശുദ്ധിയുടെ ചെരുപ്പ് മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം വായിക്കണം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അത് 15 എണ്ണമാണ്. അപ്പോൾ 15 തലത്തിലാണ് നമ്മുടെ അശുദ്ധി, ചെരുപ്പ്. വിശുദ്ധി എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ ധ്യാനം കൂടുമ്പോൾ അശുദ്ധിയുടെ ചെരുപ്പ് അഴിച്ചു മാറ്റുവാൻ വിശുദ്ധിയുടെ വസ്ത്രം അണിയുവാനുള്ള അവസരമുണ്ടാവണം. ഇനിയും ധ്യാനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഏലിയായെയും മോസസിനെയും പുതിയ നിയമത്തിലെ ജീസസിനെയും എടുത്താൽ ധ്യാനം ഒരു അടയിരിക്കലാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോഴിമുട്ട അടവയ്ക്കും. അപ്പം ധ്യാനം എന്ന് പറയുന്നത് അടയിരിക്കലാണ്. കോഴിമുട്ടയുടെ മുകളിൽ അടയിരിക്കുകയാണ്. അമ്മമാർ 9-10 മാസക്കാലം അടയിരിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഏകകോശ ജീവിയായി നമ്മൾ വീഴുന്നു. അമ്മ നമ്മളെ കാത്തു സൂക്ഷിക്കുകയാണ്, അടയിരിക്കുകയാണ്. ഇപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ തമ്പുരാൻ്റെ മുൻപിൽ അടയിരിക്കുകയാണ്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ 40 രാവും 40 പകലും മോസസ്, ജീസസ്, ഏലിയ അടയിരിക്കുകയാണ്. അപ്പോൾ അടയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തിരിക്കണം. സങ്കീർത്തനം 46:10. അപ്പോൾ അടയിരിക്കുമ്പോൾ അമ്മ നമ്മൾ ആ ജീവനോട് അടുത്തിരിക്കണം. കോഴിമുട്ടയോട് അടുത്തിരിക്കുന്നത് പോലെ ഈശോയോട് അടുത്തിരിക്കുന്ന അവസരമാണ് ധ്യാനം. അതുകൊണ്ടാണ് നമ്മൾ താമസിച്ച് ധ്യാനം കൂടുന്നത്. താമസിച്ച് ധ്യാനം കൂടുമ്പോൾ മറ്റു ചിന്തകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ധ്യാനകേന്ദ്രത്തിൽ മൊബൈൽ ഉപയോഗിക്കരുത്, എല്ലാം മാറ്റിവയ്ക്കണം. ശാന്തമാകൂ, ഞാൻ ദൈവമാണെന്ന് അറിയൂ. സങ്കീർത്തനം 46:10. അപ്പോൾ അടയിരിക്കലാണ്, അടുത്തിരിക്കലാണ്, അടങ്ങിയിരിക്കലാണ്. ഇപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് അടങ്ങിയിരിക്കലാണ്. മത്തായി 26:40 ഈശോ ഗെത്സേമനിൽ പറഞ്ഞ വാക്ക്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ, അടങ്ങിയിരുന്നുകൂടെ. അപ്പം നമ്മൾ അടയിരുന്നത് കൊണ്ടായില്ല, അടുത്തിരുന്നത് കൊണ്ടായില്ല, അടങ്ങിയിരിക്കണം. അടങ്ങിയിരുന്നില്ലെങ്കിൽ എന്ത്? കോഴി മുട്ടയോട് അടുത്ത് അടങ്ങിയിരുന്നില്ലെങ്കിൽ ചീമുട്ടയായി പോവും, വിരിയില്ല. അമ്മമാരും ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ആയിക്കഴിഞ്ഞാൽ
അമ്മ അടങ്ങിയിരുന്നില്ലെങ്കിൽ അലസിപ്പോകും, അബോട്ടായി പോകും. ഇത് നമ്മൾ പഠിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ശാരീരിക ലോകത്തിൽ നിന്നും ആത്മീയ ലോകത്തിലേക്ക്. വീണ്ടും അനുതപിച്ചിരിക്കലാണ്. മത്തായി 26:75. ധ്യാനം എന്ന് പറയുന്നത് ഇങ്ങനെ വചനം കേട്ട് അടുത്തിരുന്ന് അടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുതാപം ഉണ്ടാവണം. പത്രോസ് മനംനൊന്ത് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, ഉള്ളുരുകി കരഞ്ഞു. ബൈബിളിലെ 3 വാക്കാണ്. അപ്പോൾ അനുതപിക്കണം. എങ്കിൽ മാത്രമേ ഈ ധ്യാനത്തിന് ഒരു ഫലമുണ്ടാവുകയുള്ളൂ. വന്ന തെറ്റുകളെ ഓർത്ത് കർത്താവിൻ്റെ മുൻപിൽ മുഖമൊന്ന് അമർത്തി ഒന്ന് കരയുവാൻ സാധിക്കണം. വീണ്ടും അനുരഞ്ജനപ്പെട്ടിരിക്കലാണ്. ലൂക്ക 15:11-32. ധ്യാനം എന്ന് പറയുന്നത് അനുരഞ്ജനപ്പെട്ടിരിക്കലാണ്. എന്തുകൊണ്ടാണ് അനുരഞ്ജനം എന്ന് പറഞ്ഞത്? കാരണം അനുരഞ്ജനം എന്ന വാക്കിന് യോജിക്കുക, ഇണങ്ങുക, ഒന്നിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ആരുമായി യോജിക്കണം? ദൈവവുമായി, സഹോദരനുമായി, പ്രകൃതിയുമായി ഒന്നിക്കണം. അപ്പോൾ അനുരഞ്ജനപ്പെടുവാനുള്ള, യോജിക്കാൻ, ഇണങ്ങാൻ, ഒന്നിക്കുവാനുള്ള അവസരമാണ് ധ്യാനം. വീണ്ടും ആഗ്രഹിച്ചിരിക്കലാണ്. ലൂക്ക 19. സഖ്യവൂസ് മുൻപേ ഓടി സിക്കമൂർ മരത്തിൽ കയറി ആഗ്രഹിച്ചിരിക്കലാണ്. ഹി വാസ് ഡിസയറിങ് ടു സീ, ടു എക്സ്പീരിയൻസ് ജീസസ്. ആഗ്രഹിക്കണം. സഖ്യവൂസ് മുൻപേ ഓടി സിക്കമൂർ മരത്തിൽ കയറി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് ഒരു സിക്കമൂർ മരമാണ്. ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് ഒരു സിക്കമൂർ മരമാണ്. നമ്മളൊക്കെ സഖ്യവൂസുമാരാണ്. നമ്മൾ ആ സിക്കമൂർ മരത്തിൽ കയറി കർത്താവിനെ കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, താഴെ ഇറങ്ങാൻ, ഉത്തരിപ്പ് കടം വീട്ടാൻ സാധിക്കുമ്പോഴാണ് ധ്യാനത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്നത്, രക്ഷ പ്രാപിക്കുന്നത്. കർത്താവ് മുൻപേ ഓടി സിക്കമൂർ മരത്തിൽ ആഗ്രഹിച്ചിരുന്നവനോട് പറഞ്ഞു, സഖ്യവൂസ് താഴെ ഇറങ്ങുക. താഴെ ഇറങ്ങി 4 മടങ്ങ് തിരിച്ചു കൊടുക്കാൻ സാധിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് നിന്റെ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു. രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റോമാലേഖനം 14:17. പീസ്, ജോയ്, റിക്കൺസിലിയേഷൻ. സന്തോഷം, സമാധാനം, അനുരഞ്ജനത്തിൻ്റെ അനുരണനം. വീണ്ടും ധ്യാനം എന്ന് പറയുന്നത് അർപ്പിച്ചിരിക്കലാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം. ലേവി, നമുക്കറിയാം, ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. പണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അർപ്പണം. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ബൈബിൾ പറയുന്നു, എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. ബർക്കളെ എന്ന് പറയുന്നൊരു ബൈബിൾ പണ്ഡിതൻ പറയുക, ലേവി എല്ലാം ഉപേക്ഷിച്ചില്ല. എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കൾ ഇപ്പോൾ ചിന്തിക്കും, എന്താ ഉപേക്ഷിക്കാതിരുന്നത്? ഒരു തമാശ കൂടിയാണ്. പേന ഉപേക്ഷിച്ചില്ലെന്ന്. കാരണം ഇയാൾ എഴുത്തുകാരനാണ്, കണക്കെഴുത്തുകാരനാണ്. ഈശോ വിളിച്ചപ്പോൾ ഈശോ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നമ്മുടെ ലേവി എന്ത് ചെയ്തു? പേന കൂടെ എടുത്തു. ഈശോ 3 വർഷം പറഞ്ഞതൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ നമുക്ക് മത്തായിയുടെ സുവിശേഷമുണ്ട്. ധ്യാനത്തിൽ നമ്മളും ചെയ്യണം. കേൾക്കുക മാത്രമല്ല, കേട്ട കാര്യങ്ങൾ നമ്മൾ കുറിച്ചെടുത്താൽ, അത് എഴുതിയെടുത്താൽ പിന്നീട് നമുക്കത് അയവിറക്കാം. അതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ സാധിക്കും. അർപ്പിച്ചിരിക്കലാണ് ധ്യാനം എന്ന് പറയുന്നത്. കർത്താവിൽ മാത്രം അർപ്പിച്ചിരിക്കുക. ലേവി അതാ ചെയ്തത്. അപ്പോൾ അർപ്പിച്ചിരുന്നപ്പോൾ ലേവി മത്തായി ആയിട്ട് മാറി. വീണ്ടും ആസ്വദിച്ചിരിക്കലാണ്. ലൂക്ക 10. നമ്മൾ വചനം ആസ്വദിക്കണം. ഈശോ സ്നേഹിച്ച കുടുംബമാണ് ലാസർ, മേരി, മാർത്ത. അവിടെ 3 കഥാപാത്രം, വ്യത്യസ്തമായ 3 സ്വഭാവമാണ്. ഒന്ന് ആസ്വദിച്ചിരിക്കുക. ആര്? മേരി. മാർത്തയോ അടുക്കളയിൽ വ്യഗ്രചിത്തയാണ്. ലാസറോ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 3 മേഖലകളാണ്: ആക്ഷൻ, കോണ്ടംപ്ലേഷൻ, പ്രൊക്ലമേഷൻ. ഒരാൾ ധ്യാനിച്ചിരിക്കുന്നു, ഒരാൾ പ്രവർത്തിക്കുന്നു, ഒരാൾ പ്രഘോഷിക്കുന്നു. അപ്പം മേരി ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മേരി ഹാസ് ചോസൺ ദ ബെറ്റർ പാർട്ട്. മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കും. കാരണം മേരിക്ക് ഏകാഗ്രതയാണ്, മാർത്തയ്ക്ക് വ്യഗ്രതയാണ്. മേരിക്ക് ഒരു കാര്യം, മാർത്തയ്ക്ക് പല കാര്യം. മേരി ഹൃദയത്തിൽ സ്വീകരിച്ചു, മാർത്ത ഭവനത്തിൽ സ്വീകരിച്ചു. അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം.
ധ്യാനിക്കാൻ പോകുമ്പോൾ കർത്താവ് ഹൃദയകവാടത്തിൽ മുട്ടി വിളിക്കുകയാണ്. കർത്താവ് പറയും, എന്നിൽ നിന്ന് അകലാൻ കാണിച്ച 10 ഇരട്ടി ചൈതന്യത്തോടെ എന്നെ തേടുവിനെന്ന്. അപ്പോൾ ധ്യാനം ആസ്വദിച്ചിരിക്കലാണ്. വീണ്ടും ധ്യാനം ആശയടക്കിയിരിക്കലാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1:41. സമറിയാക്കാരി, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വന്ന സമറിയാക്കാരി, അവള് ആശയടക്കിയിരിക്കുക. കർത്താവിനെ കാണാൻ വന്നവള് ജഡത്തിൻ്റെ അവസ്ഥയിലാണ്, സെൻഷ്വൽ ലെവലിലാണ്. പിന്നെ കർത്താവിനോട് തർക്കിക്കുന്നു, റാഷണൽ ലെവൽ, ബുദ്ധിയുടെ തലത്തിലാണ്. പിന്നെ അവള് ആത്മാവിൻ്റെ തലത്തിൽ വരാൻ കാരണം കർത്താവ് പറഞ്ഞു, ജീവൻ്റെ ജലം തരാം, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവൾ പറഞ്ഞു, കർത്താവ് എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. എന്താണ് ഇതിൻ്റെ കൃത്യതയോടുകൂടിയുള്ള വ്യാഖ്യാനം? 5 ഭർത്താവെന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങളാണ്. ഈ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മുടെ പാഷനാണ്. അപ്പം ഈ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മൂക്കുകൊണ്ട്, നാക്കുകൊണ്ട്, തൊക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. ഇപ്പോഴുള്ള നിൻ്റെ ഭർത്താവിലെന്ന് വെച്ചാൽ മനസാക്ഷിയും ശരിയല്ല. അപ്പോൾ ധ്യാനം കൂടുമ്പോൾ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിഹനിക്കണം, ഇന്ദ്രിയങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കണം, മനസാക്ഷിയെ നമ്മൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ആശയടക്കിയിരിക്കലാണ്, വീണ്ടും അനുഗ്രഹിച്ചിരിക്കലാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, റെവല്യൂഷൻ, റെസല്യൂഷൻ, റിപ്പൻറ്റ്, റിപ്പയർ, റിന്യൂ, റിക്കൺസൈൽ, റിജോയ്സ് ഇൻ ദ ലോർഡ്. ആനന്ദിക്കണം. അപ്പോൾ ധ്യാനം ആനന്ദത്തിലേക്കാണ് നയിക്കേണ്ടത്. ആനന്ദം എന്ന് പറഞ്ഞത് എന്താണ്? സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സന്തോഷം ലോകത്തിൻ്റെതാണ്, ആനന്ദം ദൈവത്തിൻ്റെതാണ്. ആനന്ദം ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഹബക്കുക്ക് പ്രവാചകന്റെ വചനം നിങ്ങൾക്കറിയാം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കും. മാതാവും പറഞ്ഞ എന്താണ്? എൻ്റെ കർത്താവായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ ധ്യാനം ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കണം. അതിനെന്ത് ചെയ്യണം? ലൂക്ക 23:34. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ അവരോട് ക്ഷമിക്കണമേ. ധ്യാനം കൂടിക്കഴിഞ്ഞാൽ, ധ്യാനം കൂടുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും. വേദനിപ്പിച്ച വ്യക്തികളുണ്ടാകും, താറടിച്ച വ്യക്തികളുണ്ടാകും, തെറ്റിദ്ധരിച്ച വ്യക്തികളുണ്ടാകും. അപ്പോൾ ധ്യാനത്തിന് വന്നിരുന്ന് കഴിയുമ്പോൾ അവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുവാൻ സാധിക്കണം. ഇനി ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇഗ്നേഷ്യസ് ലയോള നല്ല ധ്യാനത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റർ ഹോൾ ഹാർട്ടഡ്ലി, റിമെയിൻ സൈലൻ്റ്ലി ആൻഡ് കം ഔട്ട് ആസ് റിന്യൂഡ് പേഴ്സൺ. മുഴു ഹൃദയത്തോടെ ധ്യാനത്തിൽ പ്രവേശിക്കണം, നിശബ്ദമായിട്ടിരിക്കണം, നവീകരിക്കപ്പെട്ട വ്യക്തികളായിട്ട് പുറത്തു വരണം. ഇനിയും നമുക്ക് ബൈബിളിലേക്ക് പോവാം. ഈശോ എങ്ങനെയാണ് ധ്യാനിപ്പിച്ചത്? ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും പഠിപ്പിച്ചില്ല. അപ്പം തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ഈശോ ധ്യാനിപ്പിച്ചത് വചനത്തിലൂടെയാണ്. ആ വചനം തികച്ചും ആനുകാലികമായിട്ട് ഈശോ പറഞ്ഞു. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും പഠിപ്പിച്ചില്ല. എന്താണ് ഉപമ? ഞങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ ഉപമ, അതിൻ്റെ റൂട്ട് പാരബോളെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉപമ എന്ന വാക്കുണ്ടായത്. ഉപമയ്ക്ക് 3 പ്രത്യേകതയുണ്ട്. ടേക്കൺ ഫ്രം ഓർഡിനറി ലൈഫ്, ആക്സെപ്റ്റബിൾ ടു ഓൾ, ദർ ഇസ് എ സ്പിരിച്വൽ സ്പ്രിങ്. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തതാണ്, എല്ലാവർക്കും മനസ്സിലാകും, അവിടെ ഒരു സ്വർഗീയ നീരുറവയുണ്ട്. ഈശോ പറഞ്ഞ ഉപമകൾ വളരെ സിമ്പിളാണ്. ഈശോ മുക്കുവരോട് പറഞ്ഞപ്പോൾ മത്സ്യത്തിൻ്റെയും വലയുടെയും ഭാഷയാണ്. ഇടയന്മാരോട് പറഞ്ഞപ്പോൾ ആടിൻ്റെ ഭാഷയാണ്. തൊഴിലാളികളോട് പറഞ്ഞപ്പോൾ മുന്തിരിത്തോപ്പിൻ്റെ ഭാഷയാണ്. ബിസിനസ്സുകാരോട് പറഞ്ഞപ്പോൾ ഈശോ താലന്തിൻ്റെയും മുത്തിൻ്റെയും പവിഴത്തിൻ്റെയും ഭാഷയിൽ പറഞ്ഞു. വീട്ടമ്മമാരോട് പറഞ്ഞപ്പോൾ കടുകിനെക്കുറിച്ചും പുളിമാവിനെക്കുറിച്ചും ഈശോ പറഞ്ഞു. കന്യകമാരോട് പറഞ്ഞപ്പോൾ 10 കന്യകമാരെക്കുറിച്ച് പറഞ്ഞു. ഈശോ നല്ല ശമറിയക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ വക്കീലുമാർക്കും അച്ഛന്മാർക്കും മനസ്സിലായി. അപ്പം നമ്മുടെ ഈശോ പറഞ്ഞ ഉപമ
എല്ലാ തലങ്ങളിലുമുണ്ട്. ഈ തിരുവചനം കൺക്ലൂഡ് ചെയ്യാൻ ചെറിയൊരു ഉപമ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ധ്യാനം, എന്തിനാണ് ധ്യാനം, എങ്ങനെ ധ്യാനിക്കണം, അതാണ് നമ്മുടെ ക്ലൈമാക്സ്. ഒരു ബുദ്ധമത ആശ്രമത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ മുൻപിൽ ഒരു ബോർഡുണ്ട്, വെൽക്കം ബട്ട് യു ഹാവ് ടു ഡിഫീറ്റ് അസ് ഇൻ എ ഡിബേറ്റ്. നിങ്ങൾക്ക് സ്വാഗതം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഒരു സംവാദത്തിൽ തോൽപ്പിക്കണം. ആശ്രമത്തിൻ്റെ ഉള്ളിൽ 2 സന്യാസിമാരുണ്ട്. ഒന്ന് ആശ്രമശ്രേഷ്ഠൻ, മറ്റൊന്ന് ഒറ്റക്കണ്ണൻ സന്യാസി. കണ്ണില്ലാത്ത കോംപ്ലക്സ് കൊണ്ട് അടിവരയിട്ടോളൂ. ഒരു ദിവസം വഴിയിലൂടെ കടന്നുപോയ മറ്റൊരു സന്യാസി ഈ ബോർഡ് കണ്ടുവന്ന് കതകിൽ മുട്ടി ബെല്ലടിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. ആശ്രമശ്രേഷ്ഠൻ വന്ന് ചോദിച്ചു, എന്താണാവൂ വന്നത്? ഈ ബോർഡ് കണ്ടു വന്നതാണ്. ഞാൻ പല ആശ്രമത്തിലും പോവാറുണ്ട്, സംവാദത്തിന് വന്നതാണ്. ശരി, സൽക്കാരമുറിയിലേക്ക് സ്വീകരിച്ചു. പറഞ്ഞു, അടുത്ത വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് താങ്കൾ വന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് വാതിൽ തുറന്നത്. ഞാൻ പോയിട്ട് വരാം, അതിനുള്ളിൽ എൻ്റെ ആശ്രമത്തിലുള്ള ഒരു സന്യാസിയുണ്ട്, അദ്ദേഹം തുടങ്ങും, ഞാൻ തുടർന്നോളാം. ഉള്ളിൽ ചെന്ന് ഒറ്റക്കണ്ണൻ സന്യാസിയോട് പറഞ്ഞു, ഒരാൾ സംവാദത്തിന് വന്നിട്ടുണ്ട്, നീ ചെന്ന് തുടങ്ങി. പക്ഷെ ഒരു കാര്യം, സംവാദം വാചകത്തിൽ വേണ്ട കേട്ടോ, നീ വാ പൊളിച്ചാൽ വിടുവായേ വിടൂ. അതുകൊണ്ട് ആംഗ്യ ഭാഷയിൽ നീ തുടങ്ങി വയ്ക്ക്, ഞാൻ വന്ന് തുടർന്നോളാം. അങ്ങനെ നമ്മുടെ ഒറ്റക്കണ്ണൻ സന്യാസിയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ഷെയ്ക്കാൻ്റെ കൊടുത്തു, ഒരു ചായ കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, ഒറ്റക്കണ്ണൻ സന്യാസി പറഞ്ഞു, ഇവിടെ സംവാദത്തിൻ്റെ തുടക്കം ആംഗ്യമാണ്, പിന്നീട് ഗുരു വന്ന് വാചകത്തിൽ തുടരും. ഞെട്ടിപ്പോയി, കാരണം സംവാദം എന്നൊക്കെ പറയണത് ഉരുളക്കുപ്പേരി പോലെയല്ലേ. എങ്കിലും ഒരു കൈ നോക്കാമെന്ന് കരുതി അദ്ദേഹം ഇരുന്നു. ആര് തുടങ്ങും? താൻ തുടങ്ങും, താനല്ലേ സംവാദത്തിന് വന്ന്. ഉടനെ നമ്മുടെ ഈ വഴിപോക്കൻ സന്യാസി ഒരു വിരൽ കാണിച്ചു. പെട്ടെന്ന് ഒറ്റക്കണ്ണ സന്യാസി 2 വിരൽ കാണിച്ചു. ഉടനെ നമ്മുടെ വഴിപോക്കൻ സന്യാസി 3 വിരൽ കാണിച്ചു. 3 വിരൽ കാണിച്ച ഉടനെ മൂക്കിനിട്ട് നോക്കി ഇടി വെച്ചു കൊടുത്തു. ഇടി വന്ന് ചോര വാർന്നു ഒഴുകാൻ തുടങ്ങി. ചോര വരിക എന്ന് വെച്ചാൽ തോൽവിയല്ലേ. കാല് തൊട്ട് പ്രണമിച്ച് പുറത്തേക്ക് ഇറങ്ങി. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഉടനെ നമ്മുടെ ആശ്രമശ്രേഷ്ഠൻ തടഞ്ഞു നിർത്തി ചോദിച്ചു, അല്ല, സംവാദത്തിന് വന്നപ്പോൾ താങ്കളുടെ മുഖം പ്രസന്നമായല്ലോ, ഇപ്പോൾ ചോര വരുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഞാൻ പറയാം. പ്രശ്നമൊന്നുമല്ല, തോറ്റുപോയതാ, അതിൻ്റെ ലക്ഷണമാണ്. ഞാൻ വന്നപ്പോൾ താങ്കൾ സ്വീകരിച്ചു, പിന്നെ പരിചയപ്പെടുത്തിയത് ഒറ്റക്കണ്ണ് സന്യാസി. പ്രത്യക്ഷത്തിൽ കണ്ണെന്നേ ഉള്ളൂ, കഴമ്പില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കണ്ണൊന്നേ ഉള്ളെങ്കിലും കഴമ്പുള്ള ആളാണെന്ന് ബോധ്യമായി, അതിൻ്റെ ലക്ഷണമാണ്. എനിക്ക് മനസ്സിലായില്ല. അയാൾ വന്നിട്ട് പറഞ്ഞു, സംവാദം വാചകത്തിൽ വേണ്ട, ആംഗ്യത്തിലാവാം. അപ്പോൾ തന്നെ ഞാൻ അളന്നു. ഇക്കാലത്ത് വാചക കസർത്തുണ്ടെങ്കിൽ എന്തും പറഞ്ഞ് പറ്റിക്കാം. വാചക കസർത്തിൽ വിശ്വസിക്കാത്ത സന്യാസിയാണെന്ന് ബോധ്യമായി. എന്നാൽ ആംഗ്യത്തിലാവാം. എന്നോട് തുടങ്ങാൻ പറഞ്ഞു. ഞാൻ ഒരു വിരൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ദൈവത്തെക്കുറിച്ചാവാം. പെട്ടെന്ന് അയാൾ 2 വിരൽ കാണിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത്? ഇത് ബുദ്ധമതാശ്രമമാണ്. ബുദ്ധൻ എത്ര വർഷം വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് ദൈവത്തെ കണ്ടെത്തിയത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ആവാം. പെട്ടെന്ന് ഞാൻ 3 വിരൽ കാണിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ബുദ്ധൻ്റെ പഠനത്തെക്കുറിച്ചും ആവാമല്ലോ. പെട്ടെന്ന് മൂക്കിനിട്ട് നോക്കി ഇടി. ഇടിയുടെ അർത്ഥം, ഇടോ, ദൈവമായാലും ബുദ്ധനായാലും ബുദ്ധൻ്റെ പഠനമായാലും ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ജ്ഞാനോദയം തനിക്കുണ്ടോ? ഞാൻ തോറ്റു. ആള് പോയി. ആശ്രമശ്രേഷ്ഠനല്ലേ അറിയൂ ആശ്രമത്തിൻ്റെ ഉള്ളിലുള്ള ഒറ്റക്കണ്ണ് സന്യാസിയുടെ ഉള്ളിലിരിപ്പ്, വായിലിരിപ്പ്, കയ്യിലിരിപ്പ്. വന്ന ഉടനെ ചൂടായി. ചതി, കൊലച്ചതി. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? താങ്കളല്ലേ പറഞ്ഞത് വാചകത്തിൽ വേണ്ട ആംഗ്യത്തിലാവാന്ന്. അതെ, ഇവിടെ എന്താ പറ്റിയത്? ഞാൻ ആംഗ്യത്തിലാവാന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കണ്ണടച്ചിരുന്ന് ഒരു വിരൽ കാണിച്ചുകൊണ്ട് പറഞ്ഞതെന്നറിയാം, പോടാ ഒറ്റക്കണ്ണ് സന്യാസി. ഞാൻ ഉടനെ സന്യാസിയായി പോയില്ലേ. 2 വിരൽ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, തനിക്കെങ്കിലും ഉണ്ടല്ലോ 2 കണ്ണ്. വീണ്ടും അയാൾ എന്നെ ദേഷ്യപ്പെടുത്തിയതാണ്. 3 വിരൽ കാണിച്ചുകൊണ്ട് ആൾ പറഞ്ഞതെന്നറിയാം, 2 പേർക്കും കൂടി അവിടെ 3 കണ്ണാണ്. പിന്നെ എൻ്റെ കൺട്രോൾ വിട്ടുപോയി. മൂക്കിനിട്ട് നോക്കി ഇടി വെച്ച് കൊടുത്തു. കഥ തീർന്നു, കാര്യം ബാക്കി. വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലേത് സന്യാസിയാണ് നിങ്ങൾ? നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, നിങ്ങളുടെ യുവത്വത്തിൽ നിങ്ങൾ ഏത് സന്യാസിയാണ്? നിങ്ങൾ ഒറ്റക്കണ്ണ സന്യാസിയാണോ, വഴിപോക്കൻ സന്യാസിയാണോ? അതുകൊണ്ട് നല്ല ധ്യാനം നടത്തണമെങ്കിൽ നിങ്ങളാരും നല്ല ധ്യാനം നടത്തണമെങ്കിൽ, നല്ല ധ്യാനത്തിൻ്റെ ഫലമുണ്ടാവണമെങ്കിൽ ആരും ഒറ്റക്കണ്ണൻ സന്യാസി ആവരുത് കേട്ടോ. ഒറ്റക്കണ്ണൻ സന്യാസി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇന്ന് നമ്മളൊക്കെ മാർക്കിടാൻ വേണ്ടിയിട്ടാണ് പോവുക. ധ്യാനം കൂടുമ്പോൾ 3 ചോദ്യങ്ങളാണ്. എന്താണ് യേശു ഈ ധ്യാന കേന്ദ്രത്തിലൂടെ, ഈ വ്യക്തിയിലൂടെ എന്നോട് പറഞ്ഞത്?
2 എന്ത് ഉൾക്കാഴ്ച എനിക്ക് കിട്ടി, 3 ഞാനെന്ത് തീരുമാനിച്ചു. മറന്നു പോവരുത് കേട്ടോ ശാലോം TV പ്രേക്ഷകരെ, ശ്രോതാക്കളെ. എവിടെ ധ്യാനം കൂടിയാലും വചനം തിരുവചനം കേട്ടാലും അളക്കല്ലേ വിധിക്കല്ലേ, മറിച്ച് ചോദിക്കുക. വചനം തിരുവചനത്തിലൂടെ ദൈവം എന്നോട് എന്താ പറഞ്ഞത്, എന്ത് ഉൾക്കാഴ്ച എനിക്ക് കിട്ടി, ഞാനെന്ത് തീരുമാനിച്ചു. ഇതാണ് നല്ല ധ്യാനം നടത്തുവാനുള്ള വഴികൾ. അതുകൊണ്ട് ഒന്ന് ക്രോഡീകരിക്കാം. റിട്രീറ്റ് ഈസ് എ റെവലേഷൻ, റെവല്യൂഷൻ, റെസൊല്യൂഷൻ. ധ്യാനം എന്ന് പറയുന്നത് വചനത്തിലൂടെയുള്ള വെളിപ്പെടുത്തലാണ്. അതൊരു ആത്മീയ വിപ്ലവമാണ്. തീരുമാനത്തിനുള്ള അവസരമാണ്. വചനം കേട്ടിട്ട് അനുദപിക്കണം, ഉടച്ചു വാർക്കണം, നവീകരിക്കണം, രമ്യതപ്പെടണം, ആനന്ദിക്കണം. ധ്യാനം എന്ന് പറയുന്നത് പുറപ്പാടാണ്. ധ്യാനം എന്ന് പറയുന്നത് അടയിരിക്കലാണ്, അടുത്തിരിക്കലാണ്, അടങ്ങിയിരിക്കലാണ്, അനുദപിച്ചിരിക്കലാണ്, അനുരഞ്ജനപ്പെട്ടിരിക്കലാണ്, ആഗ്രഹിച്ചിരിക്കലാണ്, ആസ്വദിച്ചിരിക്കലാണ്, അർപ്പിച്ചിരിക്കലാണ്, ആശയടക്കിയിരിക്കലാണ്, അനുഗ്രഹിച്ചിരിക്കലാണ്. നല്ല ധ്യാനം നടത്തണമെങ്കിൽ മുഴുഹൃദയത്തോടെ പ്രവേശിക്കണം, നിശബ്ദമായിട്ടിരിക്കണം, നവീകരിക്കപ്പെട്ട വ്യക്തികളായിത്തീരണം. എന്നിട്ട് ഇത് മറക്കരുത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ധ്യാനം കൂടുമ്പോൾ പള്ളിയായാലും എവിടെയായാലും എന്താണ് ധ്യാനഗുരുവിലൂടെ ദൈവം പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, എന്ത് ഉൾക്കാഴ്ച എനിക്ക് കിട്ടി, ഞാനെന്ത് തീരുമാനിച്ചു. കാരുണ്യവാനായ ദൈവമേ, ഇനി മുതൽ അങ്ങോട്ട് വചനം തിരുവചനം കേൾക്കുമ്പോഴും ശാലോം TVയിലെയും മറ്റ് TVകളുടെയും ആത്മീയമായ സന്ദേശങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ദൈവമേ, അതിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, സന്ദേശം തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഈ വചനം തിരുവചനത്തിലെ ധ്യാനചിന്ത ഞങ്ങളെ നയിക്കട്ടെ, നവീകരിക്കട്ടെ. ആമേൻ.